നല്ല ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നല്ല അടിപൊളി റെഡ് വൈനല്ലേ. ഇങ്ങനെ വന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മട്ടൊക്കെ ഒന്ന് അടിഞ്ഞതിന് ശേഷം ആ വൈൻ കുടിച്ച ഒരു ഫീല് നമുക്ക് ഒരു 2 സിപ്പ് അല്ലെ ഇതുകൊണ്ടോ ഒരു കുറച്ചേ ഞാൻ കുടിക്കുള്ളൂ. ആ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ വൈൻ കുടിച്ചു എന്നുള്ള ഒരു വൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഹോം മെയ്ഡ് വൈൻ ഞാൻ കുടിച്ചിരിക്കുന്നതിൽ വെച്ച് ബെസ്റ്റ് വൈനാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് ശരിക്കും ആ ഒരു ഗ്രേപ്പിൻ്റെ കളർ തന്നെയാണ്. നമുക്ക് ആ ഗ്രേപ്പിൻ്റെ പൾപ്പിൻ്റെ കളർ നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഇട്ട് വെച്ചിരുന്ന വൈന് നമ്മൾ ഇന്നെടുത്ത് പൊട്ടിക്കാൻ പോവാണ്. ഏകദേശം ഒരു 21 ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കാൻ രീതിയിലാണ് നമ്മൾ വൈൻ ഇട്ട് വെച്ചിരുന്നത്. 21 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഏകദേശം ഒരു 41 ദിവസമായി കേട്ടോ. അപ്പോൾ 41 ദിവസത്തിന് ശേഷം നമ്മൾ ഇന്ന് ആ ക്രിസ്മസിന് വേണ്ടി ഇട്ടിരുന്ന വൈൻ ഇന്ന് എടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ വൈനൊക്കെ ഇട്ട് നമ്മളൊരു പ്രകാശമൊന്നും ഏക്കാത്തൊരു റൂമിൽ കൊണ്ടുപോയി നമ്മൾ സൂക്ഷിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ വൈൻ എടുത്തിട്ട് ഇന്ന് നമുക്ക് അതായത് അരിച്ച് ഫിൽറ്ററൊക്കെ ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വീര്യം ഒക്കെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഈ 2 ബോട്ടിലാണ് നമ്മൾ അന്ന് വൈൻ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. നമുക്ക് ഇനി ഫിൽറ്റർ ചെയ്തെടുക്കണം കേട്ടോ. ഫിൽറ്റർ ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടി പൊട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന വൈൻ കേട്ടോ. ഇതെന്ത് 2 ബോട്ടിലുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വെക്കാം. 2 ബോട്ടിലായിരുന്നു നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ. ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിത് അരിച്ചു വയ്ക്കണം. നല്ലൊരു തോർത്ത് എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത് ഉണങ്ങി വെച്ചേക്കുന്ന ഒരു തോർത്താണ്, വെള്ള തോർത്ത്. അപ്പോൾ ഇതിനകത്താണ് നമ്മളിത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെച്ചേക്കുന്ന ബേസിനകത്തേക്ക് നമുക്ക് ഈ ഒരു തോർത്ത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വൈൻ ബോട്ടിൽ. ഈ വൈൻ ബോട്ടിൽ നമുക്കൊന്ന് പൊട്ടിക്കാം. ഒരു 41 ദിവസം കഴിഞ്ഞിട്ടോ. ഇപ്പം 41 ദിവസത്തിന് ശേഷമുള്ളൊരു വൈനാണിത്. കണ്ടോ വൈൻ ബോട്ടിൽ തുറന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു നല്ല കിട്ടിലൊരു മണം കേട്ടോ തന്നെ. നമ്മൾ ഈ 2ാമത്തെ ബോട്ടിൽ നമുക്കൊന്ന് തുറക്കാം. ഹലോ, അടിപൊളി കണ്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഒരു പൂപ്പലോ അല്ലെങ്കിൽ പുഴുവോ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല കേട്ടോ. ക്ലിയർ ആയിട്ടിരിക്കുകയാണ് 2 ബോട്ടിലും. അത് നമ്മൾ ആ വൈൻ ഉണ്ടാക്കിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതിനകത്ത് പൂപ്പൽ വരാത്തതെന്നും പുഴു വരാത്തതെന്നും കേട്ടോ. നമ്മൾ ഈ പൊട്ടിച്ചേക്കുന്ന ഈ ബോട്ടിൽ നമുക്ക് ഇനി ഫിൽറ്റർ ചെയ്തെടുക്കാം. അതിന് നമ്മളിത് തോർത്തിനകത്തേക്ക്, അതായത് നമ്മുടെ അടിയിൽ ഒരു ബേസും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെള്ള തോർത്ത് കഴുകി ക്ലീൻ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ഈ വൈൻ ഒഴിച്ചു കൊടുക്കാം. പുതിയ തോർത്ത് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അത് കഴുകി ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അരിപ്പാണെങ്കിലും യൂസ് ചെയ്യുന്നത് മതി. ഇതിനകത്ത് ഗോതമ്പും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ബോട്ടിൽ നമുക്ക് മാറ്റാം കേട്ടോ. തോർത്തിനകത്തേക്ക് ഇത് ഫുള്ള് ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് നമുക്ക് ചേർത്ത് പിടിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അത് കൈയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഈ തോർത്തിനകത്തുള്ളത് ഇതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇട്ടേരുന്ന മുന്തിരിയുടെയും ഗോതമ്പിൻ്റെ ഒക്കെ ഒരു വേസ്റ്റാണിത്. അതിൻ്റെ തൊലികളും കാര്യങ്ങളും മാത്രമാണ്. അതിൻ്റെ സത്ത് മുഴുവനും നമ്മൾ അതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ബോട്ടിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത വൈൻ കേട്ടോ. 2 ലിറ്ററോളം കാണണം, അത്രയും വൈനുണ്ട് ഇത്. ഈ ബേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. വേറൊരു ബേസിന് എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബോട്ടിലും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സെയിം തോർത്ത് വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ 2ാമത്തെ ബോട്ടിൽ കേട്ടോ. ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ വൈൻ ഇങ്ങനെ അടിഞ്ഞു കിടക്കണം കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഒരു പൂപ്പൽ പോയിട്ടൊന്നും ഒരു സാധനം ഇതിനകത്ത് ബാധിച്ചിട്ടില്ല. നമ്മൾ അത്രയ്ക്കും ക്ലീൻ ആയിട്ട് ഇട്ടുകൊണ്ട് മാത്രം ഉണ്ടോ ഇങ്ങനെ കിട്ടിയേ. നമുക്കിത് ഈ തോർത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നല്ല അടിപൊളി റെഡ് വൈനല്ലേ. ഇങ്ങനെ വന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫുള്ള് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ മാറ്റാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇട്ടേരുന്ന വൈൻ്റെ വേസ്റ്റായിട്ട് വേണം കേട്ടോ. ഈ 2 ബേസിനകത്ത് നമുക്ക് വൈൻ കിട്ടിയിട്ടുണ്ട്.
ഇതിനകത്ത് ഇപ്പോഴും പൊടികളുണ്ട് കേട്ടോ. അതായത് മുന്തിരിയുടെയും ബാക്കി നമ്മളിട്ട സാധനങ്ങളുടെയൊക്കെ പൊടികളുണ്ട്. അപ്പോൾ ഈ പൊടികൾ പോകണമെങ്കിൽ നമ്മൾ ഇനി ബോട്ടിലാക്കിയിട്ട് റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടിയെല്ലാം അടിഞ്ഞു വരുള്ളൂ. ഇപ്പോൾ പൊടിയായിട്ട് കിടക്കുന്നതാണ്, എന്നാലും നല്ല ബ്രൗൺ ആയിട്ട് കണ്ടോ. നമ്മൾ വൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടി എടുത്തോട്ടോ. തിളപ്പിച്ച് ചൂടാറിയ വെള്ളത്തിൽ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തോട്ടോ ആ സെയിം ബോട്ടിൽ. അപ്പോൾ ഇതിനകത്തേക്ക് വേണം നമ്മൾ ആ ഫിൽറ്റർ ചെയ്തെടുത്ത വൈൻ ഒഴിച്ചു വെക്കാനായിട്ട്. നല്ല കുപ്പി ക്ലീൻ ആക്കിയതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള, അതായത് നമ്മളിപ്പോൾ അരിച്ചെടുത്ത ആ ഒരു വൈനാണെങ്കിൽ തന്നെ അതിനകത്ത് ചെറിയ ചെറിയ പൊടികൾ കാണും. പൊടി മീൻസ് ഈ വൈനകത്ത് മുന്തിരിയുടെയൊക്കെ ചെറിയ ചെറിയ പൊടികൾ കാണും. അപ്പോൾ നമ്മൾ ഈ അരിച്ചെടുത്ത സാധനം ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ പൊടിയെല്ലാം ഈ ബോട്ടിലിൻ്റെ അടിയിലേക്ക് അടിഞ്ഞു കിടക്കും കേട്ടോ. അപ്പം നമുക്ക് തൽക്കാലം ഈ ബോട്ടിലിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന വൈൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ബേസിലെ വൈൻ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്കിത് നിറയ്ക്കാം കേട്ടോ ഒഴിച്ച്. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ വൈന് നമുക്ക് ബോട്ടിലിനകത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് കപ്പിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം കേട്ടോ. ഫിൽറ്റർ ചെയ്ത് എടുത്ത വൈന് നമ്മളൊരു ഭരണിയിൽ വെച്ചിട്ടുണ്ട്, ഈ കുപ്പിയിൽ വെച്ചിട്ടുണ്ടോ. കുപ്പിയിൽ ഏകദേശം ഒരു പകുതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ പകുതി, ബാക്കി ഒരു ഏകദേശം ഒരു 3 ലിറ്ററിൻ്റെ ഒരു ഭരണി കേട്ടോ. 3 ലിറ്ററിൻ്റെ ഭരണി നിറച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭരണി നമുക്ക് തൽക്കാലത്തേന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഭരണിയിൽ വൈനെന്ന് ശരിക്കും ഒരു ദിവസം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറും കേട്ടോ. ഇപ്പോൾ ഈ ഡാർക്കായിട്ടിരിക്കുന്ന ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് വരും. അതായത് ഇപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ലപോലെ പൊടികളുണ്ട്, അതായത് ആ മുന്തിരിയുടെയൊക്കെ പൊടികളുണ്ട്. അപ്പോൾ അതൊരു ദിവസം വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ പൊടികളെല്ലാം അടിഞ്ഞ് ഈ താഴെ വന്ന് കിടക്കും കേട്ടോ. ഈ ബോട്ടിൽ നമുക്കിത് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ ഇതിൻ്റെ വീര്യം എന്താണെന്നൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. ഇത് സെർവ് ചെയ്യാം ഗ്ലാസ്സിനകത്തേക്ക്. നല്ല അടിപൊളി കളറല്ലേ. ഇതൊന്നും കൂടെ ഇതിൻ്റെ മട്ടൊക്കെ ഒന്ന് അടിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൻ്റെ കളർ നല്ല കിടിലനായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ കളർ നോക്കി, നല്ല ഡാർക്ക് ബർഗണ്ടി കളറുണ്ടല്ലോ, ആ കളറാണ് കണ്ടോ. ഇതിൻ്റെ മട്ടുണ്ട്, ചെറിയ മട്ടുണ്ട്. പക്ഷെ ആ മട്ട് കഴിച്ചു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മട്ട് നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ മട്ട് അടിഞ്ഞ് അതിൻ്റെ താഴെ കിടക്കും കേട്ടോ. നല്ല കിടിലും ക്ലിയർ ആയിട്ടുള്ള നല്ല വൈൻ കിട്ടും കേട്ടോ. ഇതിനകത്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പൊടികൾ കാണാൻ പറ്റുള്ളൂ. അടിപൊളി മണം കേട്ടോ. ഇതുപോലത്തെ ഒരു മണം നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും മേടിക്കുന്ന വൈനൊന്നും ഒരിക്കലും കിട്ടാൻ പോണില്ല കേട്ടോ. ഇത് നമ്മൾ ഈ വൈൻ്റെ ഈ ഭരണി പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല കിടിലം മണം വരുന്നു കേട്ടോ. മധുരം കറക്റ്റാണ്, ഓവറായിട്ട് ഒരു മധുരമില്ല. ഒരു പൊടിക്ക് മധുരം കുറവായിട്ട് മാത്രം നിൽക്കുന്നത്. പക്ഷെ കുറവൊന്നും തോന്നില്ല, ഒരുപാട് മധുരവും ഇല്ല. ഒരു ടിപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇങ്ങനെ ഒരു ഗ്യാസ് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ആ വൈൻ കുടിച്ച ഒരു ഫീല് നമുക്ക് ഒരു 2 സിപ്പ് അല്ലെ ഇത് കണ്ടോ, ഒരു കുറച്ചേ ഞാൻ കുടിക്കുള്ളൂ. ആ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ വൈൻ കുടിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്, ശരിക്കും കിട്ടുന്നുണ്ട്. നല്ലൊരു എന്താ പറയണ, ഒരു ഗ്യാസ് ഇങ്ങനെ കുടിച്ചിറക്കി കഴിയുമ്പോഴത്തേന് ഗ്യാസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഓക്കെ കണ്ടോ, നല്ല പ്യുവർ വൈൻ. നമ്മൾ എവിടെ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ വീട്ടിലിട്ട പോലത്തെ ഒരു ക്വാളിറ്റി ഉള്ള വൈന് ഒരിക്കലും കിട്ടില്ല. ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇതൊരു 40 ദിവസം ആയുള്ളൂ പറയില്ലേ ഈ വൈൻ കുടിച്ചാൽ, ഒരു 100 ദിവസമോ ചിലര് 1 ഇയറൊക്കെ ഇട്ട് വെച്ചിട്ട് എടുക്കുന്ന ഒരു വൈൻ്റെ ഒരു വീര്യം ആ ഒരു വീര്യം വന്നോണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ മധുരമൊക്കെ കറക്റ്റാണ്, ഒത്തിരി കൂടുതലില്ല, കുറച്ചൊരു പൊടിക്ക് കുറവല്ലേ, കുറച്ച് കുറവാണ്. ഇതാ നല്ലത് വൈൻ, ഒത്തിരി മധുരം ഉള്ളതിനേക്കാളും. പിന്നെ കുടിച്ച് കഴിയുമ്പോൾ ഒരു അജയ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഗ്യാസ് കയറി വരുന്ന പോലെ ആയിട്ടില്ല. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹോം മെയ്ഡ് വൈൻ ഞാൻ കുടിച്ചിരിക്കുന്നതിൽ വെച്ച് ബെസ്റ്റ് വൈനാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് ശരിക്കും ആ ഒരു ഗ്രേപ്പിൻ്റെ കളർ തന്നെയാണ്. നമുക്ക് ആ ഗ്രേപ്പിൻ്റെ പൾപ്പിൻ്റെ കളർ നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂട്ടിയെടുത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ബീട്രൂട്ടൊക്കെ പിഴിഞ്ഞൊഴിച്ച് കളറ് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഇത് റിയൽ ആയിട്ടുള്ള ആ ഗ്രേപ്പിൻ്റെ സത്ത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വന്നിരിക്കുന്നത്. കളറായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. വൈൻ്റെ കളർ എന്താണെന്ന് നമുക്ക് കിട്ടിയതാണ് ഈ കളർ കണ്ട.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും കൂടി രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.